വെട്ടിച്ചിറ മജ്മഇന്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. അവിടെ ഉസ്താദുമാണ്. ഉസ്താദ് പറഞ്ഞ മുദരിസാണ്. 30 കൊല്ലായി. നമ്മൾ സാധാരണ കലണ്ടറുകൾ വിൽക്കണ സമയമാണ് ഇപ്പോൾ അല്ലേ? ഈ കലണ്ടറിന് നമുക്ക് എന്താ കിട്ടുക? ഡേറ്റ് കിട്ടും. അറബി ഡേറ്റ് കിട്ടും, മലയാളം ഡേറ്റ് കിട്ടും, ഇംഗ്ലീഷ് ഡേറ്റും കിട്ടും. പിന്നെ ചില കലണ്ടറുകളിൽ, ചില എന്നല്ല, നമ്മളൊക്കെ അടിക്കുന്ന കലണ്ടറുകളിൽ പ്രത്യേകിച്ചും ഇപ്പോൾ പൊതു കലണ്ടറുകളിൽ പൊതുവെയും കാണാം റബീഉൽ അവ്വൽ 12ന്റെ ഡേറ്റിന്റെ അന്ന് നബിദിനം എന്ന് കാണാം. അല്ലെ, ഒരു ഉദാഹരണം പറയാം, നബിദിനം. അപ്പൊ നമുക്ക് മനസ്സിലാവും അന്ന് നബിദിനമാണ് എന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ മജ്മഇന്റെ കലണ്ടറിൽ ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊന്നും മനസ്സിലാക്കാൻ ഇപ്പൊ കലണ്ടറിന്റെ ആവശ്യമല്ല. ഇതൊന്നും മനസ്സിലാക്കാൻ കലണ്ടറിന്റെ ആവശ്യമല്ല. അപ്പൊ ഈ കലണ്ടറിനെ നമുക്ക് എങ്ങനെ ഒരു വിജ്ഞാന വിഭവമാക്കാം എന്നതിനെ കുറിച്ചൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഇക്കൊല്ലം കലണ്ടർ ഇറക്കുന്നതിന് മുമ്പ് ഇതിങ്ങനെ ഒരു സാധാരണ കലണ്ടർ, അതൊക്കെ ഡേറ്റ് ഫോണിൽ നേരെ നോക്കിയാൽ കാണും, ദിവസം കാണും, ഇതെല്ലാം ഇപ്പൊ ഫോണിൽ കാണും. പിന്നെ ഈ കലണ്ടർ എന്തിനാണെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ കലണ്ടറിനെ നമുക്ക് എങ്ങനെ ഒരു പ്രബോധന സംരംഭമാക്കി മാറ്റാൻ പറ്റും എന്നിങ്ങനെ ആലോചിച്ച് ഒരു പുതിയ കലണ്ടർ ഇറക്കി. ആ കലണ്ടറിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ആ കലണ്ടർ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും. എങ്ങനെ സംസാരിക്കുക? ഇപ്പോ നബിദിനം, റബീഉൽ അവ്വൽ 12 നബിദിനം എന്ന് നിങ്ങൾ കലണ്ടറിൽ കണ്ടാൽ, ആ റബീഉൽ അവ്വൽ 12 എന്ന അക്കത്തിന്റെ നേരെയുള്ള ഒരു QR കോഡ് അങ്ങോട്ട് സ്കാൻ ചെയ്താൽ നബിദിനം റബീഉൽ അവ്വൽ 12 എന്ന് മാത്രമല്ല കിട്ടുക. എന്തിനാ നമ്മൾ നബിദിനം ആഘോഷിക്കുന്നത്? എന്താണ് അതിന്റെ തെളിവ്? അതിനെതിരെ പറയുന്നവർ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? റസൂലുള്ളാഹിന്റെ മഹത്വം എന്താണ്? ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു 5 മിനിറ്റ് പ്രഭാഷണം കിട്ടും. ഒരു 5 മിനിറ്റ് പ്രഭാഷണം. ഇനി ബറാഅത്ത് രാവ്, അത് വേറെ കലണ്ടറിലൊന്നും ഉണ്ടാവില്ല. വേറെ എന്ന് പറഞ്ഞാൽ പൊതു കലണ്ടറിൽ, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഇറക്കുന്ന കലണ്ടറിൽ ബറാഅത്ത് രാവ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്തേ ഉണ്ടാവുള്ളൂ? ബറാഅത്ത് ദിനം എന്നുണ്ടാവും. എന്നാൽ ഇപ്പൊ ഇറങ്ങിയ ഈ പുതിയ കലണ്ടർ, ആ ബറാഅത്ത് ദിനത്തിന്റെ അവിടങ്ങൾ ഫോൺ കൊണ്ടൊന്ന് സ്കാൻ ചെയ്താൽ എന്താണ് ബറാഅത്ത് ദിനം, ബറാഅത്ത് ദിനത്തിലെ നോമ്പിന്റെ സുന്നത്ത് എന്താണ്, അതിന്റെ തെളിവെന്താണ്, അതിന്റെ മഹത്വം എന്താണ് എന്നെല്ലാം പറയുന്ന ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിന്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ഇതേപോലെ സ്വാതന്ത്ര്യദിനം, ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാണെന്ന് എല്ലാവർക്കും അറിയാം. അതെല്ലാ കലണ്ടറിലും ഉണ്ടാവും. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം എന്നുണ്ടാവും. അത് സർക്കാർ ഇറക്കുന്ന കലണ്ടറിൽ പോലും ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം എന്ന് മാത്രം ഉണ്ടാവും. പക്ഷെ എന്താണ് സ്വാതന്ത്ര്യദിനം? എന്താണ് അതിന്റെ പ്രത്യേകത? ആ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണ്? ഇന്ത്യയും സ്വാതന്ത്ര്യദിനവും തമ്മിൽ എന്താണ്? ഇതൊന്നും ഉണ്ടാവില്ല. എന്നാൽ മജ്മഇന്റെ ഈ കലണ്ടറില് ആഗസ്റ്റ് 15 എന്ന ദിവസത്തില് ഉള്ള നമ്പറിൽ നിങ്ങൾ സ്കാൻ ചെയ്താൽ എന്താണ് ആഗസ്റ്റ് 15, എന്താണ് സ്വാതന്ത്ര്യ സമരം, എന്താണ് സ്വാതന്ത്ര്യ ദിനം എന്നെല്ലാം പറയുന്ന 5 മിനിറ്റ് പ്രസംഗം. ഇങ്ങനെ ഓരോ വിഷയത്തിലും പ്രത്യേകമായ ഏത് വിഷയം, ഇപ്പൊ ഉദാഹരണം ഒന്നുകൂടി പറയട്ടെ. പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ EK ഹസൻ മുസ്ലിയാരെ കേട്ടിട്ടില്ലേ? EK ഹസൻ മുസ്ലിയാർ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് വരുന്നതിന്റെ മുമ്പ് EK ഹസൻ മുസ്ലിയാരുടെ സ്ഥാനത്ത് വഹാബി എവിടെ വന്നാലും പതി എന്താ ചെയ്യാറ്? അന്നിങ്ങനെ നിയമങ്ങളില്ല. പതി ഒരു ജീപ്പിന്റെ മുകളില് മൈക്കും പിന്നെ സ്പീക്കറും ഒക്കെ കെട്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കും. പാറാടങ്ങാടിയിൽ മുജാഹിദ് പ്രസംഗിച്ചു എന്ന് കണ്ടാൽ മുജാഹിദിന്റെ മൈക്ക് ഓഫ് ആകുന്നതോടുകൂടി പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ മൈക്ക് ഓണാവും. അപ്പൊ തന്നെ വരുമ്പോ തന്നെ കൂലി, അപ്പൊ തന്നെ മറുപടി. ഇന്നിപ്പോ അത് പറ്റൂല, കാരണം ഇന്ന് മൈക്കിന് പെർമിഷൻ അത് പോലീസ് ഇടപെടും. അന്നിപ്പോ അങ്ങനൊന്നുമില്ലല്ലോ. അപ്പൊ നേരെ പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ പതിന്റെ മറുപടിയാ. ആ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ വഫാത്ത് ദിനം നമ്മുടെ സുന്നി കലണ്ടറുകളിൽ നിന്ന് പോലും എടുത്തുപോയി. ദുഃഖകരമാണ്. മജ്മഇന്റെ കലണ്ടറിൽ നേരത്തെ ഉണ്ട്. പക്ഷെ ഇക്കുറി നമ്മൾ തീരുമാനിച്ചു പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ആരാണ് എന്ന് ചോദിച്ചപ്പോ സദസ്സിന്റെ ബാക്കെന്ന് പറയണേ ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ള. എന്നാൽ ആരാണ് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സേവനം, ഇത് വിശദീകരിക്കുന്ന പ്രഭാഷണം ആ കള്ളിയിലാണ് സ്കാൻ ചെയ്താൽ കിട്ടും.
അതേപോലെ ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ വഫാത്ത് ദിനം, ആ വഫാത്ത് ദിനം ഇന്ന ദിവസമാണ് എന്ന് നമ്മൾ കലണ്ടറിൽ നിന്ന് മനസ്സിലാക്കിയാൽ അവിടെയുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ ആരാണ് ഇ.കെ. ഹസൻ മുസ്ലിയാർ എന്ന് കിട്ടും. അങ്ങനെ ഓരോ വിഷയവും ജീലാനി ദിനമാവട്ടെ, ബറാഅത്ത് ദിനമാവട്ടെ, ആഷൂറാ ദിനമാവട്ടെ, താസുആ ദിനമാവട്ടെ, മുഹറം 9, 10 ഇങ്ങനെ തുടങ്ങി പെരുന്നാൾ സുദിനമാകട്ടെ, റമദാൻ ആവട്ടെ, ബദർ ദിനമാവട്ടെ, എല്ലാ ഉഹുദ് ദിനമാവട്ടെ, എല്ലാത്തിനെ കുറിച്ചും നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും അപ്പോഴാണല്ലോ ഒന്ന് മനസ്സിലാക്കേണ്ടത് അല്ലെ. ജീലാനി ദിനാട് വരുമ്പോ ആ ദിവസത്തിൽ ജീലാനി തങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക, ഒരു 5 മിനിറ്റ്. അതേപോലെ ബദർ ദിനത്തിന്റെ അന്ന് ബദരീങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക, ഒരു 5 മിനിറ്റ്. അതിന് പറ്റുന്ന കേരളത്തിലെ ആദ്യത്തെ കലണ്ടർ അടുത്ത വർഷം ചിലപ്പോ ഇതിനെ മാതൃകയാക്കിക്കൊണ്ട് കലണ്ടർ വരും. അതില്ല നമ്മൾ പറയണില്ല. ഈ കൊല്ലം അങ്ങനെ ഒരു കലണ്ടർ ഇറങ്ങിയിട്ടില്ല.